ഒരു ചെറിയ സ്പിരിച്വൽ ടോക്കാണ്. അത് നടത്തുന്നത് സൂരജാണ്. ഹലോ ഹലോ, ഹിന്ദി എങ്ങനെയാണ്? ഞാൻ മലയാളം, ഇംഗ്ലീഷ് മാക്സിമം ട്രൈ ചെയ്യാം. മലയാളം ഇത്തിരി വീക്കാണ്, അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ബോംബെയിലാണ് ചോദിച്ചു പറയുന്നത്, അപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠിക്ക് എനിക്ക് കൂടുതൽ താല്പര്യം, സൗകര്യം. പക്ഷെ മാക്സിമം സ്പീച്ച് ഞാൻ മലയാളത്തിലും തരാം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരുടെ കൂടെ ഇന്ന് മകരവിളക്ക് മാസവും അയ്യപ്പ സ്വാമിയുടെ 18 പടി വെച്ച് പ്രാർത്ഥിച്ച് തൊഴിലാശീർവാദം മേടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു സ്പീച്ചാണ്, എനിക്ക് അറിയിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു കറക്റ്റ് മീ. ഞാൻ നേരം തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കൈവൊക്കെ അല്ലെങ്കിൽ കാണിച്ചാൽ അതെങ്ങനെയാണെന്ന് തന്നെ തിരുത്തണം. അതുപോലെ ഞാൻ സ്പീച്ച് തരാണെങ്കിൽ വലിയൊരു ആളൊന്നുമല്ല, നിങ്ങളുടെ ബ്രദർ, കസിൻ അല്ലെങ്കിൽ ഫ്രണ്ട് അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ അത് വലിയൊരു പ്രിപ്പയർഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് തരുന്ന ഒരു സ്പീച്ച് അല്ല. ബേസ്ഡ് ഓൺ മൈ നോളജ്, എൻ്റെ അറിവ് വെച്ച് ഞാൻ ചെറിയൊരു സ്പീച്ച് തരുന്നുള്ളൂ. അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യപ്പ സ്വാമിയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എപ്പോഴും അയ്യപ്പ സ്വാമി എന്ന് കേൾക്കും, ഹരിഹര സുധന്ന് കേൾക്കും. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമല്ല, അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ആർക്കെങ്കിലും അയ്യപ്പൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? മടിക്കണ്ട, തെറ്റാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹരിഹര സുധന്റെ മീനിങ് ആർക്കെങ്കിലും അറിയോ? ഇല്ല, അറിയില്ലേ? എന്താണ്? അതെ, ഹരിയുടെയും സുധനായിട്ടുള്ളത്. ഹരി എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് അറിയാം. ഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മഹാവിഷ്ണു, ശരിയല്ല. സുധ എന്ന് പറയുമ്പോൾ ശിവൻ, അല്ല സോറി, ഹരി എന്ന് പറയുമ്പോൾ ശിവൻ മകൻ. അപ്പൊ ഹരി എന്ന് പറയുമ്പോൾ നമ്മള് വിഷ്ണുവിനെ ഉദ്ദേശിക്കുന്നത്, ഹര എന്ന് പറയുമ്പോൾ നമ്മള് ശിവനെ ഉദ്ദേശിച്ചത്. അത് നമ്മള് ഹര ഹര മഹാദേവ്, ഹര ഹരോ ശിവശങ്കര എന്ന് പറയണം. അപ്പോൾ ഹര എന്ന് പറയുമ്പോൾ ശിവനാണ്. അപ്പൊ ശിവന്റെയും വിഷ്ണുവിന്റെയും മോൻ ആയിട്ടാണ് നമ്മൾ ഹരിഹരസുധൻ അല്ലെങ്കിൽ മണികണ്ഠ സ്വാമി, അയ്യപ്പ സ്വാമിനെ കാണുന്നത്. അയ്യപ്പന്റെ ചില ടെക്സ്റ്റുകളിൽ മീനിങ് കൊടുത്തേക്കുന്നതും അയ്യപ്പൻ എന്ന് പറയുമ്പോൾ, അയ്യ എന്ന് പറയുമ്പോൾ ശിവനും, അയ്യപ്പൻ എന്ന് പറയുമ്പോൾ വിഷ്ണു അല്ലെങ്കിൽ വൈസ് വേഴ്സ, അങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടുപേരുടെ യൂണിയൻ ആണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഹരി എന്ന് പറയുമ്പോൾ വിഷ്ണു അല്ലേ, ഹര എന്ന് പറയുമ്പോൾ ശിവനും, അപ്പൊ എങ്ങനെ യൂണിയനായി ആവുന്നു? അപ്പോൾ ഹരി ഭഗവാൻ വിഷ്ണു ഭഗവാൻ മോഹിനി എന്ന് പറഞ്ഞൊരു രൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് സ്റ്റോറികളുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കാണാം. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരുടെ യൂണിയൻ ഉണ്ടായ മോനാണ് അയ്യപ്പ സ്വാമി അല്ലെങ്കിൽ ഹരിഹരസുധൻ. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ ബുക്സിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭഗവാന്മാരില് 2 പേരാണ് സെലിബസി അല്ലെങ്കിൽ ബ്രഹ്മചര്യം എടുത്ത ഭഗവാനായിട്ട് നമ്മൾ അറിയുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ പോലെ ഫാമിലി, ഗൃഹസ്ഥ ജീവനായിട്ട് അങ്ങനെ പോകുന്നവരാണ്. അതിലൊന്ന് അയ്യപ്പ സ്വാമിയും, രണ്ടാമത്തെ ആളാണെന്നറിയാം. അറിയാം, നമുക്ക് ഞാനൊരു ക്ലൂ തന്നെ എല്ലാവർക്കും അറിയാം, ഹനുമാൻ സ്വാമി, ശരിയല്ലേ? അപ്പൊ ഇവര് 2 പേരാണ് സെലിബസി അല്ലെങ്കിൽ ബ്രഹ്മചാരി എടുത്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ 41 days വ്രതം എടുക്കുന്നതും അയ്യപ്പ സ്വാമിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് റിലീജിയൻസിലും ഉണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈസ്റ്റർ, ഗുഡ് ഫ്രൈഡേ വരുമ്പോൾ അവർ 30 days വ്രതം എടുക്കും. ഇസ്ലാമിലാണെങ്കിലും അവർ റംസാൻ സമയത്തുമ്പോൾ 30 days വ്രതം എടുക്കും. അപ്പൊ എല്ലാ റിലീജിയൻസിലും ഈ 41 days അല്ലെങ്കിൽ 30 days ഔട്ട് ഓഫ് 12 months അവരൊരു റീസെറ്റ് ടൈം തരുന്നത്. അതിന്റെ മൾട്ടിപ്പിൾ സയന്റിഫിക് എവിഡൻസും ബെനിഫിറ്റ്സും ഉണ്ട്, സ്പിരിച്വൽ ആയിട്ടും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ തത്വമസി എപ്പോഴും പറയും. തത്വമസി വാക്കിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു ദാറ്റ് യു ആർ പറഞ്ഞാൽ ഇതേപ്പറ്റി സന്തോഷം പറഞ്ഞതാണ്. ഇപ്പോൾ അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും, അത് അല്ലെങ്കിൽ അപ്പൊ ദാറ്റ് മീൻസ് ദി ഔട്ടർ വേൾഡ് ഓർ ദ എക്സ്റ്റേണൽ ബ്രഹ്മാണ്ടം, യൂണിവേഴ്സ് ഓർ ദ ഇക്കോസിസ്റ്റം. യു എന്ന് വരുമ്പോൾ ഈ വിരൽ ഇപ്പോൾ നമ്മുടെ അടുത്താണ്, അല്ലെങ്കിൽ ഇറ്റ്സ് മീ, ഞാൻ അങ്ങനെ നമ്മൾ കാണിക്കാം. സോ ദിസ് ഇസ് us. അപ്പോൾ നമ്മൾ ഈ മുദ്ര പിടിക്കുമ്പോൾ ഇറ്റ് ആക്ച്വലി മീൻസ് യൂണിയൻ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് യുവർ സെൽഫ്. അപ്പോൾ ഈ 41 days നമ്മൾ വ്രതെടുത്ത് കഴിയുമ്പോൾ 41 days നമുക്ക് കുറേ ആചാരങ്ങൾ പാലിക്കണം. അപ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല, മദ്യം കുടിക്കാൻ പാടില്ല, സെലിബസി മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ പൊട്ട ചിന്തകൾ, പൊട്ട പ്രവൃത്തികളൊന്നും പാടില്ല, മെഡിറ്റേഷൻ ചെയ്യണം, കറുത്ത വസ്ത്രങ്ങളൊന്നും നേരം വെട്ടാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല. അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഇൻഡിവിജ്വൽ സെൽഫ്, നമ്മൾ പറഞ്ഞു നമുക്ക് 2 മൈൻഡ് ഉണ്ട്. ഒന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, ഒന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സംസാരിക്കുന്നു, കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എത്ര എത്രത്തായാലും നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പല്ലേക്കുമ്പോൾ പ്രശ്നം നമ്മുടെ കണ്ണിലോ ചെയ്യോ പോവില്ല. എത്രതാണ് കൈ പ്രശ്നം നമ്മുടെ കരുത്ത് വായാലും പോകുള്ളൂ. വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. വെള്ളത്തിലിട്ട് നീന്തൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നീന്തും. അവിടെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
പക്ഷെ എക്സാം എഴുതണമെങ്കിൽ പഠിച്ച് നമുക്ക് എഴുതണം, വണ്ടി ഓടിക്കണമെങ്കിൽ ഗിയർ മാറ്റം നമുക്ക് ചെയ്യണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് യുവർ ഹയർ ലെവൽ ഓർ യുവർ ഹയർ കോൺഷ്യസ്നെസ് വിച്ച് ഇസ് ഫാർ മോർ സുപ്പീരിയർ ദൻ യുവർ കോൺഷ്യസ് മൈൻഡ്. ബട്ട് we in the materialistic world lose that connect and sync, you know, in all the 12 months or all 365 days. അപ്പോൾ ഈ 41 days നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ it allows us to disconnect with the material world. നമുക്ക് അവിടെ മോഹമില്ല, കാമമില്ല, ദേഷ്യമില്ല, ദ്വേഷമില്ല. ആ 40 ദിവസം വ്രതം നമ്മൾ നമ്മളിൽ മാത്രം ഒഴുകിപ്പോയി സ്വാമിനെ വിളിച്ച്, അല്ലെങ്കിൽ സ്വാമി ഒരു മീഡിയം ആയി ആ വഴി നമ്മൾ പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മൈൻഡ്, സോൾ, ബോഡി എല്ലാം പ്യൂരിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ ഭക്ഷണങ്ങൾ ഇതൊന്നും കഴിക്കാൻ പറ്റാതെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഡീടോക്സ് ആവും, പ്യൂരിഫൈ ചെയ്യും. കുറെ വേണ്ടാത്ത ബാക്ടീരിയ, അസുഖങ്ങളെല്ലാം ഭേദമാവും, അതെല്ലാം മാറും. ബിക്കോസ് ബോഡി ഗോസ് ടു ദ ഹീലിംഗ് പ്രോസസ്. അതേപോലെ നമ്മൾ മറ്റുള്ള ചിന്തകൾ മനസ്സിലെല്ലാം കളയുമ്പോൾ നമ്മുടെ മൈൻഡ് കുറെ കൂടി ക്ലിയർ ആവും ടു സ്പിരിച്വാലിറ്റി. അതാണല്ലോ നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയില്ലേ, നമ്മൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്നത് വെച്ചാൽ 4 സ്റ്റേജസ് ആണ് ഒരാൾക്ക്. ഫസ്റ്റ് ബാലാശ്രമം, സെക്കൻഡ് ബ്രഹ്മചര്യം, തേർഡ് ഗൃഹസ്ഥാശ്രമം, ഫോർത്ത് സന്യാസാശ്രമം, ലാസ്റ്റ് വാനപ്രസ്ഥാശ്രമം. 5 സ്റ്റേജസ് ആണ്. ഇതിൽ ആർക്കെങ്കിലും രണ്ടോക്കെ പറയാൻ പറ്റുമോ ഇതിനെപ്പറ്റി? ഇല്ല. അപ്പോൾ മഹാരാഷ്ട്രം പറയുമ്പോൾ നമ്മൾ കുഞ്ഞുകുട്ടിയിലായിരിക്കുമ്പോൾ ഒരു 10, 10, 12, 13 വയസ്സ് വരെ അപ്പോൾ നമ്മൾ ബാലാശ്രമം, നമ്മൾ പിള്ളേരായി ആ ലൈഫിലത്തെ സ്റ്റേജ് കൺവേ ചെയ്തു. ബാലാശ്രമം കഴിയുമ്പോൾ നമ്മൾ വരുന്നത് ബ്രഹ്മചര്യാശ്രമം. ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുമ്പോൾ ടീനേജ് 18, 19, 20 where you should ideally maintain celibacy and you should follow your studies and focus towards Gurukul Shiksha as you should do tradition. ഇപ്പോൾ അത് സ്കൂളിലാണ്. അതാണ് അച്ഛന്മാർ പറയാറുള്ളത്, പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, ഫ്യൂച്ചർ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശം കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് വൈ യു ഹാവ് ബ്രഹ്മചര്യം. ആഫ്റ്റർ ബ്രഹ്മചര്യം പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയി ജോലി ചെയ്തൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ കല്യാണം കഴിക്കണം, ഒരു കുട്ടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഫാമിലി ലൈഫ്, ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥ എന്ന് പറയുന്ന വീട് ജീവിതം, ആ ലൈഫിലേക്ക് പോകണം. അപ്പോൾ ഈ എല്ലാ സ്റ്റേജസിലും വി ആർ ഓൾവേസ് കണക്റ്റഡ് ഓർ വി ആർ ഇൻക്ലൈൻഡ് ടുവേർഡ്സ് മെറ്റീരിയൽ, അല്ലെങ്കിൽ മണി, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ സന്യാസാശ്രമം. സന്യാസാശ്രമം. അപ്പോൾ സന്യാസാശ്രമം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ യുവർ 50s and 60s. നമ്മുടെ പിള്ളേർ വലുതായി, അവരെ കല്യാണം കഴിച്ചു, നമ്മൾ വീട് മേടിച്ചു, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു. സ്വർണ്ണം വേണം, വണ്ടി വേണം, ബംഗ്ലാവ് വേണം, അതെല്ലാം കഴിഞ്ഞ് 50 കഴിയുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ദ ബിഗിനിങ് ദാറ്റ് യു സ്റ്റാർട്ട് യുവർ സ്പിരിച്വൽ ജേർണി. ഇഫ് നോട്ട് ടു ലേറ്റ്, യു നോ, ഇഫ് യു വർ ബിസി ഇൻ യുവർ 30s and 40s ആസ് വി ഓൾ ആർ ട്രൈങ് ടു അച്ചീവ് അവർ ലൈഫ് ഗോൾസ്. അപ്പോൾ നമ്മൾ 50 കഴിഞ്ഞ് നമ്മൾ സന്യാസാശ്രമത്തിലേക്ക് പോകുന്നത് എന്താ വെച്ചാൽ പതുക്കെയാണ് നമ്മൾ നോൺ വെജ്, അതേപോലെ സ്വർണം, അതേപോലെ വീട്, ബംഗ്ലാവ്, അതെല്ലാം നമ്മൾ വലുതെല്ലാം വേണ്ടി പിള്ളേർക്ക് കൊടുക്കും എല്ലാം. പിന്നെ നമുക്കറിയാം അത് 10-20 years നമ്മളെല്ലാവരും മരിക്കും. അപ്പോൾ സന്യാസാശ്രമം വരുമ്പോൾ നമ്മൾ സന്യാസം എടുത്ത് ജീവിതത്തോണ്ട് ഈ മോഹങ്ങളും എല്ലാം ത്യാഗം ചെയ്ത് യു ആർ പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ടു ദ നെക്സ്റ്റ് ലൈഫ് വിച്ച് ഇസ് ഓർ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് വിച്ച് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, വിച്ച് ഇസ് സന്യാസാശ്രമം. അങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ ഞാൻ സന്യസിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഒരു വയസ്സായി കഴിഞ്ഞാൽ എപ്പോഴും നോക്കുമ്പോൾ ബുക്കെടുത്ത് വൈകുന്നേരം രാവിലെയും വായിച്ചുകൊണ്ടിരിക്കും രാമായണം, ഭഗവത്ഗീത, അല്ലെങ്കിൽ ഭക്തിയിലേക്ക് മുഴുകിപ്പോകും. സന്യാസം ചെയ്തെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തായിട്ട് ആരും ഒരു കണക്ഷൻ ഇല്ല, മക്കളായിട്ടോ ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റി, സ്നേഹം, അതെല്ലാം എന്നും ഉണ്ടാവും. അത് നമുക്കങ്ങനെ വേഗം വിട്ട് ബന്ധം വേർപെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ in a way we are disconnecting from all these things and you preparing to end your life in a better way. ആഗ്രഹം മോഹങ്ങളില്ലാണ്ട്, കാരണം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെ whenever you are reborn you will not have any attachment to your previous past life. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീബർത്ത് എടുത്ത്, അല്ലെങ്കിൽ യു സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദ സൈക്കിൾ. അപ്പോൾ ആ സ്റ്റേജ് നമ്മൾ പോകുമ്പോൾ it helps us to move into another realm, or when you are reborn you are again born with a different perspective and then you have new goals and new ambitions and other aspects. അപ്പോൾ നമ്മൾ ഈ 41 days എടുക്കുമ്പോഴും 18ാം പടി പോകുമ്പോഴും ഈ 18 പടിക്കും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. 8+1 9. നമ്മുടെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ പറയാം നമ്മൾ മന്ത്രം ജപിക്കും 108 പ്രാവശ്യം ജപിക്കണം, അതും 8+1 9. അതേപോലെ നമ്മൾ ഈവൻ സയന്റിഫിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് സയൻസ് കുറെ കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നു. നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മുടെ എർത്ത് ടു സണ്ണിന്റെ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ടോട്ടൽ ചെയ്താൽ അതിലൊന്ന് 9 വരാം. അതേപോലെ കോൺസ്റ്റലേഷൻസിന്റെ കാര്യത്തിൽ എന്തോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുമെല്ലാം 9. സോ സംവെയർ ഓർ എവ്രിവെയർ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് വിത്ത് ദീസ് നമ്പേഴ്സ്. അതേപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അയ്യപ്പസ്വാമി ഇരിക്കുന്ന മുദ്ര ഇതാണ്. അപ്പോൾ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് സയൻസ് അഗൈൻ, ബട്ട് ഇറ്റ്സ് അഗൈൻ റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് ബിക്കോസ് അയ്യപ്പസ്വാമി എപ്പോഴും ഈ മുദ്രകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ 5 വിരലുകളും 5 തത്വങ്ങളാണ്. ആ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് ഓഫ് 5 elements: earth,
വാട്ടർ, ഫയർ, സ്പേസ് ആൻഡ് ഏതാണ് അഞ്ചാമത്തെ തത്വം? ആർക്കും അറിയാൻ പറ്റുമോ? സിമ്പിളാണ്. എർത്ത്, ഭൂമി, ആകാശം, വെള്ളം, അഗ്നി, വായു. അപ്പൊ ഈ 5 തത്വങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഓരോ മുദ്രകൾ പിടിക്കുമ്പോൾ മുദ്ര എന്ന് പറഞ്ഞതിനെ പറ്റി കുറെ സയൻസ് ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ പോയി നോക്കി നിങ്ങൾ കുറെ മുദ്രകൾ അറിയാം. ജ്ഞാനമുദ്ര ഉണ്ട്, അപാനമുദ്ര ഉണ്ട്, കുബേരമുദ്ര ഉണ്ട്. ഇപ്പൊ ഇതിങ്ങനെ പിടിച്ചത് കുബേരമുദ്രയാണ്. അപ്പൊ നമ്മൾ ഇൻ ജനറൽ ഇപ്പോ വീട്ടിലിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ ഇരുന്നാൽ മതി. നമ്മൾ എങ്ങനെയാലും വീട്ടിൽ ടി വി ആണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനും നമ്മൾ എങ്ങനെയും ഇരിക്കും. അതേ സമയം നമ്മൾ ഓരോ ചിഹ്നങ്ങൾ ഓരോ മുദ്രകൾ പിടിക്കുമ്പോൾ അതിന്റെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ യോഗ അനുഭവം വേലവും ചെയ്യുമ്പോൾ നമ്മൾ വിഷ്ണു മുദ്ര ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലോട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അത് ഏത് വിരലും ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു യുവർ ബോഡി. സോ 41 days എടുത്ത് കഴിയുമ്പോൾ the conclusion is we are trying to connect ourselves with the universe or with the Brahman and the universe, as they say, Hindiil ഒരു saying ഉണ്ട്. എന്താ പറയുക, ദേഖ് തച്ച് കെ പാപരാവൻ രാം തേരെ മൻമേ ഹൈ. എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പാപം, ദേഖ് തച്ച് കെ പാപ് രാവൻ എന്ന് പറയാ, നമ്മൾ രാവൺ എന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്നു, അങ്ങനെ ആണല്ലോ നമ്മളെല്ലാം പഠിച്ചിരുന്നത്. ശരിക്കും അങ്ങനെയല്ല. രാവൺ എന്ന് പറയുമ്പോൾ വലിയൊരു വിദ്വാനായിരുന്നു, ആളും കുറെ പോസിറ്റീവ് ആൻഡ് ബെനിഫിറ്റ് സൈഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ദേഖ് തച്ച് കെ പാപ രാവൻ രാം തേരെ മൻമേ ഹൈ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലത്തെ നമ്മൾ പാപം അല്ലെങ്കിൽ രാമൻ എടുത്ത് കളഞ്ഞാൽ രാമൻ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. നമ്മളതല്ലേ പറയുന്നത് സനാതന ധർമ്മത്തിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. ഈ നമ്മൾ ഈ കാണുന്ന ഈ എവിടെ എല്ലാ കണക്കൻ എല്ലായിടത്തും ഭഗവാൻ ഉണ്ട്. നമ്മളൊന്നും നമ്മുടെ മനസ്സിലത്തെ വേണ്ടാത്ത തോട്ട്സും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഈ 41 days വ്രതവും നമ്മൾ എടുക്കുന്നതും അതിന് വേണ്ടി തന്നെയാണ്. ചിലരുടെ സ്പിരിച്വൽ ജേർണി തുടങ്ങുന്നതും അവിടെ നിന്നാണ്. അപ്പൊ ഈ 41 days എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഓൺലി ടു ഫോളോ ഡ്യൂറിംഗ് ദാറ്റ് 41 days. അത് കഴിഞ്ഞ് നമ്മൾ 40 ദിവസം വ്രതം കഴിഞ്ഞ് വന്നു, ഇനി വീട്ടിൽ പോയിട്ട് വീണ്ടും ചിക്കനെ കഴിക്കണം, ആ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്ത് പാർട്ടി വിടണം, അങ്ങനെയുള്ള അതൊക്കെ ആവാം. പക്ഷേ ട്രൈ ടു കം ബാക്ക്. അത് കഴിഞ്ഞ് 41 days പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 week, അല്ലെങ്കിൽ 1 week പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 days. Even if we have 2 days of 30 days in our life to meditate and to detox your body and to maintain the celibacy in terms of thought, in terms of your mind and in terms of your other aspects, it will help you on a long run towards a spiritual journey. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എല്ലാത്തിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. യു ക്യാൻ റീവാലിഡേറ്റ് ദ ഫാക്ട്സ് ക്രോസ് ചെക്ക് ചെയ്തിട്ട്. പക്ഷേ ഇത്രയും ടൈമിൽ എനിക്ക് ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ സ്പിരിച്വൽ സ്റ്റേജിൽ വന്നപ്പോൾ നമ്മൾ മാക്സിമം ടൈം ഇവിടെ വരുമ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്തിയായി. ഇപ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയുടെ മന്ത്രം ജപിച്ചു 108 പ്രാവശ്യം. അപ്പൊ അതിന്റെ എല്ലാതും നമുക്ക് കുറെ ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ പോയി അമ്പലത്തിൽ പോകണമെന്ന് പറയുക, അമ്പലമൊക്കെ സയന്റിഫിക്കലി ഓരോ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് സോൺ നോക്കിയിട്ടും അവിടെ ഓരോ കല്ലുകൾ വെച്ചേക്കുന്നതും ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് എനർജറ്റിക് ഫീൽഡ് അറൌണ്ട് ദാറ്റ് പ്ലേസ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് ജസ്റ്റ് പോയി അവിടെ നിന്നാൽ മാത്രം മതി, നമ്മുടെ ബോഡിയിലെ കുറെ കാര്യങ്ങൾ ശരിയാവും. ഇറ്റ് ആക്ടിവേറ്റ്സ് യുവർ ബോഡീസ് ചക്രാസ് ആൻഡ് ഇറ്റ് ആക്ടിവേറ്റ്സ് a lot of good side of your body and it makes you feel energetic. കാരണം നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നമുക്കൊരു ഉഷാറും ഒരു ശുഷ്കാന്തിയും ഒരു പോസിറ്റീവ്നെസ് വരുന്നത്. അതുപോലെ പള്ളിയിൽ പോയാലും മറ്റു മതങ്ങളുടെ പോയാലും. അപ്പോൾ നമ്മളെപ്പോഴും പവറായിട്ട് കണക്ട് ആയിട്ട് ഇരിക്കണം. പക്ഷെ ബൈ ദ ടൈം യു റിയലൈസ് ഇറ്റ്സ് ടു ലേറ്റ്. ഞാൻ റിയലൈസ് ചെയ്തത് ഇതൊക്കെ ഇൻ മൈ ലേറ്റ് 30s ആണ്. ആൻഡ് അവിടെയാണ് ഞാൻ ഓർത്തത് ഇറ്റ്സ് ടൈം ദാറ്റ് യു ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് ആൻഡ് ഗോ ബാക്ക് ടു സനാതൻ. ബിക്കോസ് നമ്മൾ അവിടെ എല്ലാം കാണും. ഫോറിനേഴ്സ് വന്ന് ഹരിരാമ ഹരികൃഷ്ണരെ പോലാവുന്നു, ജർമ്മനിയിൽ അവരിവിടെ നിന്ന് വന്ന് ഹരിദ്വാർ പോകുന്നു, അവിടെ സെറ്റിൽ ആവുന്നു. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിലീജിയനെ വലിയ അക്സെപ്റ്റൻസ് തരില്ല. പക്ഷെ ഐ ഡോണ്ട് ബ്ലെയിം. ഞാൻ നമ്മളാരും കുറ്റം പറയല്ല. നമ്മുടെ അപ്ബ്രിംഗിങ്ങും നമ്മുടെ കൾച്ചറും അങ്ങനെയാണ്. ബിക്കോസ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ആരും എൻഫോഴ്സ് ചെയ്യുന്നില്ല. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് വെൻ യു ഫീൽ ദ ടൈം ഇസ് റൈറ്റ്. അൺലൈക്ക് അതർ റിലീജിയൻസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ, ഞാൻ ബോംബെയിൽ ജനിച്ച വളർന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് കുറെ കാത്തലിക്സ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാത്തലിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സൺഡേ ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എടുത്ത് ചില്ലാവാൻ വിളിക്കുമ്പോൾ അവരെ ഞാൻ പള്ളിയിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ നോക്കി ഒരു രാവിലെ കുളിക്കൊന്നുമില്ല, ബാഗും കോട്ടും സൂട്ടൊക്കെ ഇട്ട് സ്പ്രേ അടിച്ച് പള്ളിയിൽ പോയി വരും. കാരണം എന്താ, അവരുടെ കൾച്ചറിൽ അവരങ്ങനെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തു. സൺഡേ ഒക്കെ അല്ല പള്ളിയിൽ വരണം, അവിടെ വന്ന് പ്രേ ചെയ്യണം. പക്ഷെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ അങ്ങനെ നമ്മൾ ആരും എൻഫോഴ്സ് ചെയ്യില്ല. നമ്മുടെ അച്ഛനമ്മമാരും ഒരിക്കലും വീട്ടിൽ പറഞ്ഞിട്ടില്ല എല്ലാ സാറ്റർഡേ പോകണം, മുടങ്ങാണ്ട് പോകണം.
അറിയുമ്പോൾ അവർ പോകണം, പിന്നെ പോകണോ ഇല്ലെന്ന് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് സ്വയമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ സനാതന ധർമ്മം ആരും എൻഫോഴ്സ് ചെയ്യില്ല ടു ഫോളോ, ബട്ട് ലൈക്ക് അതർ റിലീജിയൻസ് ദേ ഹാവ് ദോസ് സെറ്റ് പ്രാക്ടീസസ്, ബട്ട് ഇൻ our religion we don't have that set practice. So I suggest and I take this opportunity to enlighten everyone to start taking that spiritual journey towards the Sanatana Dharma, or towards all the religions that we have, all the festivals that we have, and it will make us a better person in the future. If it's not today, maybe in 30s, in 40s, or the earlier you start, the earlier it is better. ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്പീച്ച് ഇവിടെ അവസാനിക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. താങ്ക് യു.